ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ചലനം ചലനം ചലനം. അഭിനയക്കരുത്തിന്റെ ആൾരൂപം. ചലനം ചലനം ചലനം. മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം ചലനം ചലനം. ഒരു ജൂൺ 16 കൂടി കടന്നു പോകുമ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സിംഹാസനത്തെ ഓർത്ത് നെടുവീർപ്പിടുന്നവരാണ് സിനിമാ സ്നേഹികളായ മലയാളികളിലേറെയും, പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ മധ്യവയസ്സ് പിന്നിട്ട് കഴിഞ്ഞവർ. അതെ, അവർ തിരശീലയിൽ ശ്വാസമടക്കി പിടിച്ച് കണ്ട ഒരു നായക വീര്യം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. പ്രതിയോഗികളെ ഇടിച്ചു വീഴ്ത്തിയും നെടുങ്കൻ ഡയലോഗുകൾ അട്ടഹസിച്ചാർത്ത് പറഞ്ഞുമല്ല ആ പ്രതിഭ അവരുടെ മനസ്സിൽ കയറിക്കൂടിയത്. കാരിരുമ്പിൻ്റെ കരുത്തുള്ള കഥാപാത്രങ്ങൾക്ക് ഉൾക്കരുത്തുള്ള ദൃശ്യവ്യാഖ്യാനം നൽകി ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് കയറിയതാണ് ആ നടൻ സത്യൻ. സത്യം. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ഈ കടപ്പുറത്ത് കഴിയണ്ടേ? കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ. കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ. പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ? 150ഓളം മലയാള സിനിമകളിലെ കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് കൃത്യവും സൂക്ഷ്മവുമായ ഭാവപ്പകർച്ച നൽകി എന്നതു മാത്രമല്ല മാനുവൽ സത്യനേശൻ നാടാർ എന്ന സത്യന്റെ സവിശേഷത. മലയാള സിനിമ അതിന്റെ ബാലാരിഷ്ടതകളിലൂടെ കടന്നുപോകുന്ന ഒരു ഘട്ടത്തിൽ സിനിമയിലേക്കെത്തിയ സത്യൻ തന്റെ 2 ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിലൂടെ മലയാള സിനിമയുടെ പ്രമേയ പരിസരങ്ങളെ തന്നെ മാറ്റിമറിച്ചു. 51-ലെ റിലീസാവാത്ത ത്യാഗസീമ മുതൽ 71-ലെ അനുഭവങ്ങൾ പാളിച്ചകളും കരകാണാ കടലും വരെ മലയാള സിനിമ രേഖപ്പെടുത്തിയ വളർച്ചയ്ക്ക് സത്യന്റെ സാന്നിധ്യം എന്തുമാത്രം പ്രേരകമായി എന്നത് സുവ്യക്തമായ ഒരു വസ്തുതയാണ്. സത്യന്റെ അഭിനയ ജീവിതത്തിനെ ചിതറിയ ശബ്ദവീചികൾ കൊണ്ട് പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുകയാണ് ഈ ചിത്രീകരണം. ജാഗ്രത പ്രാപ്യവരാനിബോധത. എല്ലുറപ്പുള്ള നായക കഥാപാത്രങ്ങളിലേക്ക് അനായാസം ഭാവം പകർന്നു കയറിയ ഒരു നടൻ മാത്രമാണോ സത്യൻ? ചായം പൂശിയ ഗ്ലാമർ കഥാപാത്രങ്ങൾക്ക് ചിത്രശലഭത്തിന്റെ ആയുസ് മാത്രമേയുള്ളൂ എന്നും കാലത്തിന് കീഴ്പ്പെടുത്താനാവാത്ത ചിരന്തനമായ ചിലതിനെയാണ് ഒരു കലാകാരൻ ആവിഷ്കരിക്കേണ്ടതെന്നും തൻ്റെ അഭിനയ ജീവിതത്തിനിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരഭിനയ പ്രതിഭയായിരുന്നു സത്യൻ. അതുകൊണ്ടാണ് സത്യന് പിറകെ വന്ന നടന്മാരൊക്കെയും സത്യൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ കണ്ട് അതിശയം കൂറിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒഴിച്ചിട്ട് പോയ ആ സിംഹാസനം അവർക്ക് ഇപ്പോഴും അപ്രാപ്യമായിരിക്കുന്നത്. റിലീസായ ആദ്യ ചിത്രം 52-ലെ ആത്മസഖിയായിരുന്നു. തിരമാല, ലോകനീതി, ആശാദീപം, സ്നേഹസീമ തുടങ്ങി ചുരുക്കം ചില ചിത്രങ്ങളിലൂടെ 2-3 വർഷം കൊണ്ടുതന്നെ ശ്രദ്ധേയ സാന്നിധ്യമാകാൻ സത്യന് കഴിഞ്ഞു. മലയാള സിനിമയുടെ തലക്കുറി മാറ്റിയെഴുതിയ നീലക്കുയിൽ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രം അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി തീർന്നു. നിന്നെ ആരെങ്കിലും കല്യാണം കഴിച്ചാ പോരെ? കരഞ്ഞിട്ട് കാര്യമില്ല, വന്നതൊക്കെ വന്നു. ഇനി ആപത്തില്ലാതെ കഴിക്കാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി.
ഇല്ല, എനിക്ക് ഇനിയൊരുത്തരെ കെട്ടാൻ കഴിയില്ല. നീലക്കുയിലിലെ ശ്രീധരൻ മാസ്റ്റർ. നീലി, എനിക്ക് സമുദായത്തെ ബഹുമാനിക്കണ്ടേ? ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞുകൂടണ്ടേ? അപ്പോ എനിക്കോ? ഓടയിൽ നിന്നിലെ പപ്പു. കുഞ്ഞെ, ഞാൻ എത്തേണ്ട എത്തിക്കഴിഞ്ഞു. എന്റെ കുഞ്ഞ് എന്നും ഞാൻ അമ്മാവിന്റെ കുഞ്ഞാണ്. കുഞ്ഞെ, ഈ ദീനത്തിന് ചികിത്സയില്ല കുഞ്ഞെ. കേശവദേവ് എന്ന എഴുത്തുകാരന്റെ ആൾട്ടർ ഈഗോ എന്ന് വിശേഷിപ്പിക്കാവുന്ന പപ്പു എന്ന കഥാപാത്രം. എനിക്കറിയാം എന്റെ രോഗം എന്താണെന്ന്. എനിക്കറിയാം. ഈ രോഗത്തിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. അടിമകളിലെ കാമുക കഥാപാത്രം. മാനസേശ്വരി മാപ്പു തരൂ, മറക്കാൻ നിനക്ക് മടിയാണെങ്കിൽ മാപ്പു തരൂ. എല്ലാവരും കൂടെ കൂടി നിൽക്കുമ്പോ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാരോ കൈമണിയിൽ അവിടെ ചെന്ന് പറഞ്ഞു കാണും. അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ മലയാള സിനിമയിലെ എക്കാലത്തെയും കരുത്തനായ പുരുഷ കഥാപാത്രമാകുന്നത് സത്യൻ ആ കഥാപാത്രത്തിന് നൽകിയ ഉശിരിലൂടെയാണ്. ഞാൻ വേലയ്ക്ക് വരണ്ടെന്ന് പറയാൻ കാരണം എന്താ? വേലയ്ക്ക് വേണ്ടാഞ്ഞിട്ട് എന്താ എന്നെ വേലയ്ക്ക് കൊള്ളില്ലെന്ന് എനിക്ക് തോന്നി. എന്നും പറയാൻ താൻ ആരോടോ? ചെല്ലപ്പാ, നിന്നോട് തർക്കിച്ചോണ്ട് നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് വേഗത്തിൽ പോയി കളഞ്ഞാലോ? പറയാനുള്ളതൊക്കെ പറഞ്ഞേച്ചു പോ. ചെല്ലപ്പാ, നീയേ എന്നെ ആക്ഷേപിക്കരുത് കേട്ടോ. എടോ, ഞാൻ വേലയ്ക്ക് കൊള്ളില്ല തന്നോട് ആര് പറഞ്ഞു? നാളെ ചെല്ലപ്പിനെ ജോലിക്ക് നിർത്തിക്കോളാം. തന്റെ ഒരു വേല. എന്നെ ജോലിയും വേണ്ട, ഒരു പുല്ലും വേണ്ട എനിക്ക്. നാളത്തെ പ്രഭാതത്തിൽ ഈ കനലൂതിയൂതി കാലമൊരു കത്തുന്ന പന്തമാക്കും, തീ പന്തമാക്കും. ആഹാ ആഹാ ആഹാ. ത്രിവേണിയിലെ ജോയി മുതലാളി എന്ന വൃദ്ധ കഥാപാത്രം സങ്കീർണമായ മാനുഷികാവസ്ഥകളിലൂടെ കടന്നുപോകുന്ന ഒന്നാണ്. എന്റെ പ്രായമുള്ള ഒരു വയസ്സൻ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ആശിച്ചത്. എനിക്ക് സ്നേഹിക്കാൻ ഒരാള് വേണമായിരുന്നു. അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇൻസ്പെക്ടറായിട്ട് മിലിറ്ററി ഇതിൽ പോയി വന്നു കഴിഞ്ഞാണ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തത്. അപ്പോൾ അമ്മ ഭാഗ്യലക്ഷ്മി നാടകം ആലപ്പുഴ കളിക്കുമ്പോൾ ഞാൻ അവിടെ ഇൻസ്പെക്ടറാണ്, വന്നിരുന്ന് നാടകം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ എന്തോ ഈ സിനിമയിലൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പം മുതൽ എനിക്കെന്തോ അമ്മയോടുള്ള ഒരു ബഹുമാനമാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ അടുത്ത ജന്മം ഞാൻ അമ്മയുടെ വയറ്റിൽ ഞാൻ ജനിക്കും എന്നൊക്കെ ഇങ്ങനെ നേരമ്പൊക്കെ എപ്പോഴും പറയാമായിരുന്നു കേട്ടോ. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ സഹപ്രവർത്തകരുടെ അനുസ്മരണങ്ങളിൽ നിറയുന്നതും സ്നേഹാദരങ്ങൾ തന്നെ. അപ്പോഴിങ്ങനെ ഓർക്കും, അന്നിങ്ങനെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ വെളിയിലിരുന്ന് വർത്തമാനം പറയുന്നതും ഷൂട്ടിംഗ് സമയത്തെ. സമകാലികയായിരുന്നു ആറന്മുള പൊന്നമ്മ. അന്ന് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഔട്ട്ഡോർ അല്ലല്ലോ, കൂടുതലും ഇൻഡോർ ആണ്. അപ്പോൾ ഒരു പടത്തിൻ്റെ വർക്കിന് ഞങ്ങൾ മദ്രാസിലാണ് വർക്ക് കൂടുതലും. ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടാവും. എല്ലാവരുമായിട്ട് സഹകരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടും. ഇപ്പം അങ്ങനെയല്ലല്ലോ, പണ്ട് അങ്ങനെയില്ല. പടങ്ങളുടെ എണ്ണം കുറവായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുടുംബകാര്യങ്ങൾ പറയാനും അങ്ങനെ ഈ വയസ്സും കാര്യങ്ങളും ഒക്കെ. നക്ഷത്രം എൻ്റെ മീനമാസി ഭരണി നക്ഷത്രമാണ്, മീനഭരണിയാണ്. അപ്പോൾ സത്യം പറഞ്ഞു, ആ കണക്കിനാണെങ്കിൽ എനിക്ക് അമ്മയെക്കാട്ടി 3 വയസ്സ് കൂടുതലുണ്ട്. ശങ്കരാടി എന്ന ഓർമ്മ, ശങ്കരാടിയുടെ ഓർമ്മ. ഉദയ സ്റ്റുഡിയോയിലെ ഇതിൻ്റെ ഉടമസ്ഥനായ മിസ്റ്റർ കുഞ്ചാക്കോ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ വിളിച്ച് എനിക്ക് സിനിമയിൽ ഒരു ചാൻസ് തരികയായിരുന്നു. അദ്ദേഹം കടലമ്മ എന്ന് പറഞ്ഞൊരു പടം എടുത്തിരുന്നു. ആ പടത്തിൽ മലയാളത്തിലുള്ള ഒരുമാതിരി മിക്ക ആർട്ടിസ്റ്റുമാരുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള മിക്കവാറും ആർട്ടിസ്റ്റുമാരെല്ലാവരും ഉണ്ട്. സത്യനായിരുന്നു അതിൻ്റെ ഹീറോ.
അപ്പൊ സത്യൻ എന്ന് പറഞ്ഞ ഭയങ്കര തണ്ടനായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഈ മത്സ്യത്തൊഴിലാളികളുടെ കഥയായിരുന്നു അത്. ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോട്ട് സത്യനും ഞാനും കൂടെ ആയിരുന്നു. സത്യൻ്റെ ജീവിതത്തിലെ ലാസ്റ്റ് ഷോട്ട് ഞാനും സത്യനും കൂടെ ആയിരുന്നു. സേതു മാധവൻ്റെ, ഡയറക്ടർ സേതു മാധവൻ്റെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞൊരു പടം, അതിൽ അവസാനത്തെ, അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയി ആശുപത്രി കിടക്കുകയാണ് ചെയ്തത്. ഞാനും സത്യനും കൂടെ ആയിരുന്നു. ആദ്യത്തെ എൻ്റെ കടലമ്മയുടെ ഫസ്റ്റ് ഷോട്ട് കൊയിലാണ്ടി കടപ്പുറത്താണ്, കാപ്പാട് കടപ്പുറത്ത്. അവിടെ വെച്ച് എൻ്റെ ആദ്യത്തെ ഞാൻ ക്യാമറയെ ഫേസ് ചെയ്യുന്നത് ഞാനും സത്യനും കൂടെ കൂടിയുള്ള ഒരു സീനിലാണ്. കരളിലെ കടലിൽ കാണാ കടലിൽ കൺവല വീസും കളിത്തോഴി, കടമെഴുകോണിൽ സ്വപ്നവുമായി നീ കടപ്പുറത്തേക്കോടി വരൂ, കടപ്പുറത്തേക്കോടി വരൂ. ഞാൻ ജോസ് പ്രകാശ്, യശശരീരനായ നടൻ ജോസ് പ്രകാശിന്റെ ഓർമ്മകൾ. അന്ന് ഏതാനും പേരേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ല, എല്ലാ ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. താമസിച്ചിരുന്നതാണെങ്കിലും മദ്രാസിലെ സ്വാമീസ് ലോഡ്ജ്, വെരി ഫേമസ് പ്ലേസ്. അവിടെ മിക്കവാറും എല്ലാ മുറികളിലും മലയാളം ആർട്ടിസ്റ്റുകളായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് അവിടെ വരിക, ഒരു കുടുംബം പോലെ കഴിയുക, ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിക്കുക, തമാശകൾ പറയുക, അങ്ങനെ ഇരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ ജീവിതം. അതിന്ന് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ല, ആരോടും പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. അന്ന് മെയിനായിട്ടൊരു സ്ഥലം സ്വാമീസ് ലോഡ്ജാണ്. ഇതിന് വേറെ 1-2 സ്ഥലങ്ങളിലും മലയാളം സിനിമ ആർട്ടിസ്റ്റുകൾ താമസിച്ചിരുന്നു. ശങ്കരാടിയൊക്കെ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നാലും എല്ലാം അടുത്തടുത്താണ്. മിക്കവാറും വളരെ ക്ലോസ് ടച്ച് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റ് തമ്മിൽ. ഇന്നത്തെ അവസ്ഥ അതല്ല. ഞങ്ങൾ പണ്ട് കുരുതിക്കളം എന്നൊരു സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്നു. അതിലെ ഹീറോ സത്യമാഷാണ്. സത്യമാഷുണ്ട്, പിന്നെ ഇവിടെ മധുവുണ്ട്, കൊടൻ ചെല്ലപ്പൻ, ഷീലാമ്മ, ഞാൻ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഏതായാലും അന്ന് ഒരു ദിവസം ഈ ഷൂട്ടിംഗ് നടക്കുകയാണ്. രാവിലെ 9 മണിക്ക് തന്നെ എല്ലാവരും പോയി മേക്കപ്പ് ഇട്ട് റെഡിയായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കായി. വൈകുന്നേരം പിന്നെ 5 മണിയായപ്പോഴത്തേക്ക് ടീയുടെ ബ്രേക്ക് വന്നു. അപ്പോൾ വെളിയിൽ ഒരു ആൽത്തറയിലാണ് ചുറ്റും കസേരയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സെറ്റിലായിരുന്നു. സെറ്റിൽ നിന്ന് ഡയറക്ടർ പറഞ്ഞു, അമ്മ ടീക്ക് സമയമായി, നിങ്ങൾ പുറത്ത് പോയി ചായ കുടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. അതെന്താ? അതേ മാഷ് അവിടെ ഇരിപ്പുണ്ട്. ഏത് മാഷ്? സത്യമാഷ്. അതിനെന്നാ? അതേ, അങ്ങേര് 9 മണി പോലെ മേക്കപ്പ് ഇട്ടിരിക്കുക, ഇതുവരെ ഷൂട്ടിങ്ങിന് വിളിച്ചില്ല. അങ്ങേർക്ക് എന്തോ എന്നെ കണ്ടാൽ പുള്ളി ചാടിക്കരി വല്ല ചീത്തയും പറയും. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? നമ്മൾ അതേ ഉള്ളോ സാർ? അത് സാരമില്ല, അങ്ങനെ ഷോട്ട് വന്നില്ലല്ലോ. എന്നാലും ഞാനില്ല, ഞാൻ ചായ പിടിന്ന് കുടിച്ചോളാം, നിങ്ങൾ പൊക്കോ. ഞാൻ വെളിയിൽ മാഷോട് പറഞ്ഞു, മാഷേ ഇന്നപോലെ ഡയറക്ടർ പറഞ്ഞല്ലോ, അങ്ങനെയാണോ? വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. എന്താ നിങ്ങൾ പറഞ്ഞു? അല്ല മാഷെ, അത് ഷോട്ട് വന്നില്ല. മനസ്സിലായി, ഷോട്ട് വന്നില്ല, നിങ്ങൾ എന്നെ വിളിച്ചില്ല. അതിന് ഞാൻ നിങ്ങൾ ചീത്ത പറയാൻ പോണോ, തല്ലാൻ പോണോ? അങ്ങനത്തെ ഞാൻ ചെയ്യില്ല. ലുക്ക് ഹിയർ, ഐ ആം പെയ്ഡ് ഫോർ ഇറ്റ്. ഐ വിൽ വെയിറ്റ് ടിൽ മൈ ടൈം കംസ്, ടിൽ ദ ടൈം ഓഫ് ഷോട്ട് കംസ്. സോ ഡോണ്ട് വറി, ടേക്ക് ഇറ്റ് ഈസി. ഷോട്ട് വന്നതുകൊണ്ട് എന്നോട് ഞാൻ വന്നേക്കാം. അത്ര മഹാനായ വ്യക്തിയായിരുന്നു സത്യമാഷ്. കഴിഞ്ഞ സംഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ കാലം തിരിച്ചു നടന്ന ചിലർക്കൊക്കെ രസിക്കും, ചിലർ പോയൊളിക്കും, ചിലരപ്പോൾ തന്നെ മരിക്കും. സാരമില്ല, നീ വിഷമിക്കണ്ട. ചെമ്മീനിലെ പളനി വെള്ളിത്തിരയിൽ പ്രാമുഖ്യം നേടുന്നത് സത്യന്റെ പകർന്നാട്ടത്തിലൂടെയാണ്. നമുക്ക് വീട്ടിലോട്ടൊന്ന് പോവാം. നിനക്ക് പോണം? നമുക്ക് 2 പേർക്കും കൂടി പോവാം. അത് വേണ്ട, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. പിന്നെ തിരിച്ചിങ്ങോട്ട് വരികയും വേണ്ട. ഞാൻ പിഴച്ചിട്ടില്ല. പിന്നെ ആ മേത്ത ചെറുക്കനെ പറ്റി പറയണതാ? എനിക്കറിയാമേല. ഞങ്ങൾ 2 പേരും ഒരു കടപ്പുറത്ത് വളർന്നുപോയി. വേറെ ഒന്നുമില്ല അല്ലേ? ഒരു മരക്കാറ്റയുടെ നിറയും മറയും എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു. ചുഴിയും മലരിയുമുള്ള കടലാണ്, പിടിച്ചാ കിട്ടാത്ത അടിയൊഴുക്കാണ്. എനിക്കറിയാം, എന്റെ മരക്കടൂര് എന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം. മുഖ്യധാര മലയാള സിനിമയുടെ ഇതിവൃത്തങ്ങളെയും മൂല്യസംഹിതകളെയും ഒരു കാലത്ത് നിർണയിച്ചിരുന്നത് ഈ നടൻ തന്നെയായിരുന്നു. കച്ചവട സിനിമയ്ക്ക് എന്നും അഭികാമ്യമായിരുന്ന താരവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടല്ല
സത്യനിത് സ്ഥാപിച്ചെടുത്തത്. നായകനാവാൻ വന്നവനായിരുന്നില്ല ഈ നടൻ. എന്നാൽ നായകനേക്കാൾ ഉശിരും വ്യക്തിത്വവുമുള്ള കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാൻ സത്യന് അനായാസം കഴിഞ്ഞു. നീ സങ്കടപ്പെടണ്ടാടി. അവരെന്നെ വള്ളത്തിൽ കൊണ്ടുപോയില്ലാന്നും വെച്ച് ഞാൻ തോക്കാനും മറ്റും പോണില്ല. വള്ളത്തെ പോകാതെ നമ്മളിങ്ങനെ കഴിയും. എന്റെയും കൂടെ ആണ്ട് ഈ കടല്. കടലിലെ പണിക്ക് പളനിയെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. ഈ കടൽ ഇവിടെ ഉണ്ടെങ്കിൽ പളനിയും പളനിയുടെ മരക്കാത്തിയും പഷ്ടി കിടക്ക്. മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മീനിന്നു മത്തിയോ ജന്മീനോ, മീനിന്ന് മത്തിയോ ജന്മീനോ. നായക വേഷങ്ങളിലായിരുന്നില്ല സത്യന്റെ കണ്ണ്. താരപ്പൊലിമ കാംക്ഷിച്ചതേയില്ല അദ്ദേഹം. സത്യൻ തേടിയതും നേടിയെടുത്തതും ഉൾക്കാമ്പുള്ള കഥാപാത്രങ്ങളുടെ ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ആവിഷ്കാരങ്ങൾ. ഇതാ ആ അഭിനയ ജീവിതത്തിൽ നിന്നുള്ള ഏതാനും ശബ്ദസാക്ഷ്യങ്ങൾ. നീ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. ജോലിക്കൊന്നും പോയില്ലേ? കുറച്ചു ദിവസമായി ഞാൻ ജോലിക്കൊന്നും പോകാറില്ല. മോളെ, അന്ന് എന്റെ ഒരു ആഗ്രഹത്തെ പറ്റി നിന്റെ അമ്മയും മറ്റും നിന്നോട് പറഞ്ഞതും നീ അതിനെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞതും ഞാൻ അറിഞ്ഞു. എനിക്കതിൽ പരിഭവമില്ല. നിന്നെ കുറെ നാളായി പുറത്തെങ്ങും കാണാത്തത് കൊണ്ട് പറയാൻ ഇടം കിട്ടിയില്ല. നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന്. ഞാനീ മേൽജാതിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലെ കൊണ്ട് ബലിയവനാവില്ല. നോക്കി നിങ്ങൾ മുറുക്കി. കായംകുളം കൊച്ചുണ്ണി എന്ന മാനുഷിക മുഖമുള്ള തസ്കര പ്രമുഖനായി മറ്റാരെയാണ് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുക? പിന്നെ മനുഷ്യരെല്ലാരും ഒന്നാണെന്ന് കരുതിയാല് ഈ കായംകുളത്തിൽ കയ്യ. അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ, എത്രയെത്ര അഭിനയ മുഹൂർത്തങ്ങൾ. ഈ പ്രതിമ നീയാ, ശില്പി ഞാൻ. നോക്കൂ. കല്ലിൽ കൊത്തിവച്ച കവിതേ, നിന്റെ കനകച്ചിലങ്ക കിലുങ്ങിയ തെങ്ങിനെ. കല്ലിൽ കൊത്തിവച്ച കവിതേ, നിന്റെ കനകച്ചിലങ്ക കിലുങ്ങിയ തെങ്ങിനെ. മാറിടം തുടിക്കും പ്രതിമേ, നിന്റെ മേലാശകലം തളിരിട്ടതെങ്ങിനെ. എന്തൊക്കെയുണ്ട് ചെല്ലപ്പാ വിശേഷം? അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ. ഞാനിപ്പോ ചെല്ലപ്പനല്ല, പ്രഭാകരൻ. വീടങ്ങ് കുമരകത്താ. അങ്ങനെയാണോ? പോലീസുകാർ ഇപ്പോഴും എന്നെ തിരക്കുന്നുണ്ടോ കുറുപ്പേ? ഈയിടെ കുറച്ച് കൂടുതലാ. എന്റെ പിള്ളേരെങ്ങനെയുണ്ട്? അവർക്ക് സുഖമാ. അവളോ? അത് ഭവാനിയോ? അല്ലേ, അവൾക്ക് സുഖമല്ലയോ? ആ ഗോപാലന്റെ ഭാര്യയായത് പിന്നെ അവൾക്ക് പരമാനന്ദമാ. അവൾ ഗർഭിണിയുമാ. സ്വർഗായികേ ഇതിലേ ഇതിലേ, സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ, ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ. തന്നെ തേടി വന്ന പകിട്ടാർന്ന കഥാപാത്രങ്ങളെയും സത്യൻ നിരാകരിച്ചില്ല. സങ്കല്പ കാമുകനെ പോലെ സുന്ദര കളയബരനൊന്നുമായിരുന്നില്ല ഈ നടൻ. എന്നിട്ടും സത്യന്റെ കാമുക വേഷങ്ങൾ നമ്മെ വിസ്മയിപ്പിച്ചു. അഭിനയം അടിമുടി ആവേശിച്ച ഒരു നടന് അനുരാഗിയുടെ ഭാവപ്പകർച്ച അപ്രാപ്യമായ ഒന്നല്ല. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ കുട്ടിയെടുത്തി, ശരശയ്യ, തെറ്റ്, കുരുക്ഷേത്രം, ക്രോസ് ബെൽറ്റ്, വെളുത്ത കത്രീന, കാർത്തിക, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, ഉദ്യോഗസ്ഥ, അശ്വമേധം, ഓമനക്കുട്ടൻ, മണവാട്ടി, പഴശ്ശിരാജ, റബേക്ക, ഭാര്യ, മുടിയനായ പുത്രൻ. നിലയ്ക്കുന്നില്ല ആ നിര. സ്വർണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ,
സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഹർഷലോലനായി നിത്യവും നിന്റെ ഹംസതൂലിക ശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നും ഈ പർണശാലയിൽ. അതെ, അവർ തിരശീലയിൽ ശ്വാസമടക്കി പിടിച്ച് കണ്ട ഒരു നായക വീര്യം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. പ്രതിയോഗികളെ ഇടിച്ചു വീഴ്ത്തിയും നെടുങ്കൻ ഡയലോഗുകൾ അട്ടഹസിച്ചാർത്ത് പറഞ്ഞുമല്ല ആ പ്രതിഭ അവരുടെ മനസ്സിൽ കയറിക്കൂടിയത്. കാരിരുമ്പിൻ്റെ കരുത്തുള്ള കഥാപാത്രങ്ങൾക്ക് ഉൾക്കരുത്തുള്ള ദൃശ്യവ്യാഖ്യാനം നൽകി ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് കയറിയതാണ് ആ നടൻ. സത്യൻ. മനോരഥത്തിലെ മോഹമായിരുന്നെങ്കിൽ ഞാൻ നൃത്തലോലനായി നിത്യവും നിന്റെ മുഗ്ധ സങ്കൽപ്പമാകവേ വന്നു ചാർത്തിക്കുമായിരുന്നു ഞാൻ എന്നിലെ പ്രേമ സൗരഭം. അഭിനയകരുത്തിൻ്റെ ആൾരൂപം. ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം വി വാസന്തി. നിർവഹണം KV ശരത്ചന്ദ്രൻ. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.